വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റൂം മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. സോ ഇങ്ങനൊരു വീഡിയോ ഞാൻ ആക്ച്വലി ഇങ്ങനൊരു മേക്ക് ഓവർ ഞാൻ കുറച്ച് നാളായി പ്ലാൻ ചെയ്യുന്നു. ലൈക്ക് റൂമിന് നല്ല ഒരു മേക്ക് ഓവർ കൊടുക്കണം, ഇങ്ങനെ ചുമ്മാ പ്ലെയിൻ ആക്കി ഇടാണ്ട് എന്ന് ഞാൻ കുറേ നാളായി ആലോചിക്കുന്നു. പക്ഷേ ഞാനായിട്ട് അതിനൊരു മുന്നിട്ടിറങ്ങി ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് നമുക്കൊരു വീഡിയോ ഐഡിയ ആയിട്ട് അത് ഇടാം, പിന്നെ റൂമിന് നല്ലൊരു അടിപൊളി മേക്ക് ഓവറും കൂടെ കൊടുക്കാം. അപ്പോൾ പിന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ വീഡിയോ ആയി, റൂമിന് മേക്ക് ഓവറും ആയി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തൊരു വീഡിയോയും കൂടിയാണ് ഇത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കും ഈ ഒരു മേക്ക് ഓവറിനും വേണ്ടിയിട്ട് കുറേ ടൈമും എഫേർട്ടും പ്ലാനിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ലാസ്റ്റ് വരെ ഈ വീഡിയോ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നിപ്പോൾ എനിക്കിവിടെ ഇൻട്രോ പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ. അപ്പോൾ മേക്ക് ഓവറിനായിട്ട് ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഫസ്റ്റ് ഒന്നാണ് ഈ കാണുന്ന വാൾ പോസ്റ്റേഴ്സ്. ഇതൊരു 50+ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ഇത് പ്രിൻ്റ് ചെയ്തേക്കുന്നത് ഒരു ഗ്ലോസി ഷീറ്റിലാണ്. ആൻഡ് ഇതിൻ്റെ പ്രിൻ്റ് ക്വാളിറ്റി അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഗ്ലൂവും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചതാണ് ഈ കാണുന്ന ഫേക്ക് ലീവ്സ്. ഇതിൻ്റെ കൂടെ അവർ ഈ ലൈറ്റും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയ്സാണ് കേട്ടോ. ഇങ്ങനത്തെ 2 വെയ്സിന് എനിക്ക് 150 റുപ്പീസാണ് ആയത്. പിന്നെ ഈ ഫ്ലവേഴ്സ് എൻ്റെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായതായിരുന്നു, ഈ ഫേക്ക് ഫ്ലവേഴ്സ്. ആൻഡ് ഇതാണ് എൻ്റെ റൂമിൻ്റെ കറണ്ട് അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഒന്നും ചെയ്യാത്തതിന് മുമ്പ് എൻ്റെ റൂം ഇതേപോലെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ഈ റൂമിനെയാണ് നമുക്ക് സുന്ദരക്കുട്ടപ്പനാക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തു തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കട്ടിലിൽ ഞാനെല്ലാം വാരി വലിച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഫുൾ മെസ്സായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ തുടക്കത്തിൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാൾ പോസ്റ്റേഴ്സ് എങ്ങനെ ഒട്ടിക്കണം, ഏതൊക്കെ ഒട്ടിക്കണം, എത്ര എണ്ണം ഒട്ടിക്കണം എന്നൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് ഈ ഒരു വാളിലായിരുന്നു ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു വാളിൽ ഞാനൊരു 12 എണ്ണം എങ്ങാണ്ട് മാക്സിമം ഒട്ടിച്ചിട്ടുള്ളൂ. ഇത് ചെയ്യാനായിട്ട് എനിക്ക് അധികം ടൈമൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു ലീവ്സ് അവിടെ വെക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ഞാൻ ലാസ്റ്റ് അത് വെച്ചില്ല, കാരണം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നി അത് കണ്ടപ്പോൾ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു കോർണറിലുള്ള വോളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ ഒരു ഇൻസ്പിറേഷൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹാർട്ട് ഷേപ്പിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഭംഗിയായിട്ട് വരുമോ, ആ ഫോട്ടോസിലൊക്കെ കാണുന്ന അത്ര രസത്തിൽ വരുമോ എന്നൊക്കെ. പക്ഷേ ലാസ്റ്റ് ഞാനത് ചെയ്തു വന്നപ്പോൾ എനിക്ക് ഇതാണ് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെയ്തു വന്നപ്പോൾ. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഇത് ലാസ്റ്റ് കാണാനായിട്ട്. അതിൻ്റെ കൂടെ ഞാൻ ഈ ലീവ്സും ലൈറ്റും ഒക്കെ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ഫിനിഷ്ഡ് ലുക്ക്. ഇപ്പോൾ ഇത് വലിയ രസമില്ല, പക്ഷേ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. നല്ല രസം. ഞാൻ പറഞ്ഞില്ലേ, ഞാനത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തപ്പോൾ ഇത് ഇത്ര അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലൈക്ക് എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ പിൻട്രസ്റ്റിൽ കാണുന്ന ഫോട്ടോസ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് പേപ്പർ ബട്ടർഫ്ലൈസിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ചാർട്ട് പേപ്പറിലാണ് ഉണ്ടാക്കിയിരുന്നത് ഈ വാളിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്കൊരു പണി പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർട്ട് പേപ്പറിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഈ ബട്ടർഫ്ലൈസിന് വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പം ഞാനിത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് തന്നെ താഴെ വീഴുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബട്ടർഫ്ലൈസിന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ഒന്നില്ലെങ്കിൽ A4 ഷീറ്റിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കളർ പേപ്പറിൽ ഉണ്ടാക്കുക. വലിയ ബട്ടർഫ്ലൈസിനാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഷീറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ സ്മോൾ ബട്ടർഫ്ലൈസ് ആണെങ്കിൽ കുഴപ്പമില്ല, ചാർട്ട് യൂസ് ചെയ്താലും ഓക്കെയാണ്. ബാക്കി വന്ന 2 ബട്ടർഫ്ലൈസിനെ ഞാൻ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ഇത് ഭയങ്കര എംപ്റ്റി പോലെ എനിക്ക് തോന്നി. മറ്റേ ബട്ടർഫ്ലൈസ് ഇവിടെയാണ് ഇരിക്കുന്നത്. അത് എപ്പോൾ വേണേലും താഴെ വീഴും, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ടേബിളായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ അമ്മ എനിക്ക് പണ്ട് മേടിച്ചെന്നൊരു ടേബിളാണ് കേട്ടോ, പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതെടുത്ത് ഈ റൂമിലേക്ക് കൊണ്ടിട്ടു. അതിൻ്റെ കൂടെ ഞാൻ ഒരു ഫ്ലവർ വേസും
പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബർത്ത്ഡേക്ക് തന്നൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോ ഫ്രെയിം ഞാൻ ഇത്രയും ദിവസം അലമാരിയുടെ അകത്ത് പൂട്ടി വെച്ചേക്കായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അതിനടുത്തൊന്ന് പുറത്ത് വെച്ചത്. അപ്പോൾ അതും വെച്ചു, ഒരു ഓർഗനൈസറും വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിളിൻ്റെ ലുക്ക്. ടേബിളിൻ്റെ വൃത്തിയൊന്നും ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട, ഇച്ചിരി പഴയൊരു ടേബിളാണ്. പിന്നെ ഇതെൻ്റെ അനിയൻ എനിക്ക് ഊട്ടി പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ അടിയിലുള്ള ഇതമർത്തുമ്പോൾ അതിൻ്റെ ചെവി ഇങ്ങനെ പൊന്തുമല്ലോ. പിന്നെ ഇവിടെ ഒരു ഓർഗനൈസർ ഉണ്ട്. ഈ ഓർഗനൈസറിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ ലൈക്ക് ഹെയർ ക്ലിപ്സ്, എന്തെങ്കിലും പെന്നോ പെൻസിലോ അങ്ങനത്തെ ലൈക്ക് റാൻഡം തിങ്സ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഫ്ലവർ വേസും പിന്നെ ഈ ഒരു ഫോട്ടോ ഫ്രെയിമുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ബുക്കും കൂടിയാണ് കേട്ടോ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബുക്ക് ഞാൻ ബാംഗ്ലൂരായിരുന്ന സമയത്ത് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് മേടിച്ചൊരു ബുക്കാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മെയിൻലി ലാംഗ്വേജ് ലേണിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ടേബിളിൻ്റെ അടിയിലായിട്ട് ഇനിയും കുറേ ബുക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം ബുക്ക് വായിക്കുന്ന കാരണം കുറച്ചധികം ബുക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ ഒരു ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെവല്യൂഷൻ 2020 ബൈ ചേതൻ ഭഗത്. ഇതിൻ്റെ റൈറ്റിംഗ് ഒക്കെ ലൈക്ക് ദ വേ ഓഫ് റൈറ്റിംഗ് അടിപൊളിയാണ്. ആൻഡ് ഇത് ഞാൻ ബാംഗ്ലൂരായിരുന്ന സമയത്ത് എനിക്ക് എത്ര 100 റുപ്പീസിനാണ് ഈ ബുക്ക് കിട്ടിയത്. പക്ഷേ ഭയങ്കര വെർത്താണ് ഈ ബുക്ക്. പിന്നെ ജസ്റ്റ് അപ്പുറത്തൊരു പാത്രം, ആ പാത്രത്തിൽ ഒരു വുളൻ ത്രെഡ്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ടേപ്പും. പിന്നെ ഈ ടേബിളിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു ലോണ്ടറി ബാഗും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ അയേൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ടേബിളാണ്. സോ ഈ ടേബിൾ ഇവിടുന്ന് എടുത്ത് മാറ്റാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അമ്മ സമ്മതിക്കാത്തതുകൊണ്ട് അതിനെ അവിടെ തന്നെ വെക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു മിനിമലായിട്ടൊരു മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വേസ് ഉണ്ടായിരുന്നല്ലോ, ആ വേസിൽ വീണ്ടും ഒരു ഫ്ലവർ വെച്ചു, ഒരു നൈറ്റ് ലാമ്പ് വെച്ചു, അതിൻ്റെ കൂടെ അയൺ ബോക്സും കൂടി വെച്ചു കേട്ടോ. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു ഡോർ ഹാങ്ങർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോസ്റ്റ് യൂസ്ഫുൾ പ്രോഡക്റ്റ് ഇൻ മൈ റൂം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ബെഡിലും ചെയറിലൊക്കെ വാരി വലിച്ചിടുന്ന കുറേ സാധനങ്ങളുണ്ട്. ലൈക്ക് ടവൽസ്, ബാഗ്, അങ്ങനത്തെ കുറേ റാൻഡം തിങ്സ്. അതൊക്കെ ഇതുമ്മേ തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അത് അവിടെ തന്നെ ഇരുന്നോളും. പിന്നെ അത് നോക്കണ്ട, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തുകൊണ്ട് പോവുക, പിന്നെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവയ്ക്കുക. പിന്നെ ഇത് റൂമിലൊരു വൃത്തികേടായിട്ട് കിടക്കുകയില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ ഒരു 10 ഔട്ട് ഓഫ് 10 പറയും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദെൻ ഞാൻ ബാക്കി വന്ന ഈ ഒരു ലീവ്സ് എവിടെ വയ്ക്കുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഈ റൂമിൽ ഇനി എവിടെയാണ് അലങ്കരിക്കാൻ ബാക്കിയുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഈ കർട്ടൻസ് ഉണ്ടല്ലോ അതുമ്മ ഹാങ് ചെയ്തിട്ടാൽ ചിലപ്പോൾ ഒരു ഭംഗി വന്നാലോ എന്നിങ്ങനെ എനിക്കൊരു തോട്ട് ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫൈനലായിട്ട് വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗിയൊക്കെ തോന്നി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫാനൊന്ന് ഓണാക്കി ഒരു ഇച്ചിരി സ്പീഡ് കൂട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ മുഴുവൻ താഴെ വീഴും. എന്നിട്ട് ഞാൻ വീണ്ടും പോയിട്ട് ഫസ്റ്റ് തൊട്ട് ഒട്ടിച്ച് വെക്കണം, വീണ്ടും ഫാൻ ഇടും, കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും താഴെ വീഴും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. പക്ഷേ അത് കുഴപ്പമില്ല, ഫാൻ സ്പീഡ് കുറച്ചിട്ടാൽ ഈ പ്രശ്നമില്ല. നല്ല സ്പീഡിലിടുമ്പോൾ മാത്രമേ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ക്ലിപ്സ് ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൻ്റെ മേക്ക് ഓവർ കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്കും ഇൻട്രോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാതിരുന്ന ടൈമിലാണ് എനിക്ക് ആ വീഡിയോ ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായില്ല. ഞാൻ ഫൈനൽ ലുക്ക് എടുത്ത വീഡിയോയും ഇൻട്രോ വീഡിയോയും. അപ്പം ഞാൻ ആകെ പെട്ട അവസ്ഥയായിപ്പോയി. കാരണം എനിക്കിത് റീഷൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരണം, അറ്റ്ലീസ്റ്റ് ആ ഫൈനൽ ലുക്ക് എടുക്കണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്ര ലാഗ് ആവാനുള്ള മെയിൻ റീസൺ. ഇത് കുറേ ദിവസം മുമ്പേ പോസ്റ്റ് ആവേണ്ട ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ എനിക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ലീവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും നാട്ടിൽ വന്നിട്ടാണ് ഈ ഒരു ക്ലിപ്സൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഈ ഒരു കട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കട്ടിൽ കൂട്ടിയിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും നാൾ ഇത് 2 കട്ടിലും സെപ്പറേറ്റ് ആക്കിയിട്ടായിരുന്നു ഇട്ടിരുന്നത് ഈ റൂമിൽ. പക്ഷെ ഇപ്പോൾ ഈ ഒരു മേക്ക് ഓവറിനായിട്ടാണ് ഞാനിത് ഒരുമിച്ചിട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെരി വെരി ബിഗ് ബെഡ്. സത്യം പറഞ്ഞാൽ ഈ ഒരു റൂം മേക്ക് ഓവറിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. ഇത് ഞാൻ ഓൾറെഡി ടൈറ്റിലിട്ട പോലെ അത്ര എസ്തെറ്റിക് ഒന്നും അല്ലാത്തൊരു മേക്ക് ഓവറാണ് ഇത്. പക്ഷേ നമ്മുടെ റൂമൊക്കെ പ്ലെയിൻ ആക്കി ഇടാണ്ട് എന്തെങ്കിലും ഒരു ക്യാരക്ടർ റൂമിന് വെക്കാം. ലൈക്ക് നമ്മുടെ റൂമിന് എന്തെങ്കിലും ഒരു പോപ്പ് ഓഫ് കളർ കൊടുക്കാം. അങ്ങനെയുള്ളൊരു രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്ക് ഓവറാണ്.
ഈ 2 സാധനങ്ങൾ എൻ്റെ അമ്മയുടെയാണ്. അപ്പോൾ ഇത് ഒരു തയ്യൽ മെഷീനും അപ്പുറത്തിരിക്കുന്നത് ഒരു ബോക്സ് ഓഫ് തുണികളാണ്. അപ്പോൾ ഇത് രണ്ടും അമ്മ ഇവിടുന്ന് മാറ്റാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇവിടെ തന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ.